നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കബാബാണ്. തേങ്ങ ചമ്മന്തി കൊണ്ടാണ് ഈ കബാബ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ 2 പുഴുങ്ങിയ മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ കബാബ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു മുട്ട 4 ആക്കിയിട്ട് 2 മുട്ട 8 പീസസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 8 എഗ് കബാബ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചമ്മന്തിയുടെ അളവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബാക്കി കോഴിമുട്ടകൾ കിഴങ്ങ് വെച്ച് കബാബ് ഉണ്ടാക്കാൻ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ദിവസം ചെയ്യാം. അപ്പോൾ നമ്മളൊരു ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒട്ടും കൂടിപ്പോകരുത്. ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ഇടിമുളകും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചിട്ട് വരാം. കബാബിന് ആവശ്യമായ കോഴിമുട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ചമ്മന്തി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ചമ്മന്തി എടുത്തിട്ട് മുട്ടയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞാൻ സവാള കുറച്ചധികം ചേർത്തത് ഇതിലിങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. ചമ്മന്തിക്ക് കുറച്ച് മയം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ട് ചമ്മന്തി ഇരിക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചമ്മന്തിയിലിട്ട് മിക്സ് ചെയ്താൽ മതി നന്നായിട്ട്. അപ്പോൾ ചമ്മന്തി മുട്ടയിൽ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നോളും. അതല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചിട്ട് ഈ ചമ്മന്തിയിൽ മിക്സ് ചെയ്താൽ മതി. ചമ്മന്തി കൊണ്ട് മുട്ടയൊക്കെ പൂർണ്ണമായിട്ട് കവർ ചെയ്യണം, ഒരു ഗ്യാപ്പും ഇല്ലാണ്ട്. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ മുട്ട പൊട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിന് കോട്ടിങ് കൊടുക്കണം. അതിനൊരു മുട്ട ഞാൻ കോഴിമുട്ട മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു കബാബ് മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡിൽ നന്നായിട്ട് മുക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. മുട്ടയിൽ തന്നെ മുക്കണമെന്നില്ല. 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് കോട്ട് ചെയ്താൽ മതിയാകും. ചമ്മന്തി മുട്ട പുഴുങ്ങിയതിൽ കിഴങ്ങിരിക്കുന്ന പോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം ഈ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കോട്ടിങ് എണ്ണയിലിടുമ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒരു ഡബിൾ കോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം കൂടി ഇത് മുട്ട കുറച്ച് ബാലൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനകത്ത് ഒന്നും കൂടെ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ വീണ്ടും ഒന്ന് മുക്കിയിട്ട് എടുത്ത് വെക്കണേ കേട്ടോ. അപ്പോൾ എല്ലാ കബാബും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും രണ്ടാമത് മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരുപാട് ഓയിൽ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 4 മുട്ട ഞാൻ പകുതിയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 മുട്ട ഇട്ട് കൊടുക്കാം, അതായത് കബാബ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അടിഭാഗം ഒരുവിധം മൊരിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉന്നക്കയൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഓരോ ഭാഗവും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മുഴുവനും എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അല്ലാതെ ചിക്കൻ്റെ ടേസ്റ്റൊന്നും ഇതിന് ഉണ്ടാവില്ല. ചമ്മന്തിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കബാബ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ സിമ്പിൾ റെസിപ്പിയല്ലേ, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കബാബ് ഒരുവിധം എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.